എൻ്റെ പേര് അപർണ. ഞാൻ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്. ഇതെൻ്റെ അമ്മ. 2025 മാർച്ച് മാസമാണ് എൻ്റെ അമ്മ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മയുടെ ഉടമ്പടിയിലുണ്ടായിരുന്ന നിയോഗമായിരുന്നു എൻ്റെ പഠനകാര്യം. ഞാൻ 2022 തൊട്ട് ജർമ്മൻ പഠിക്കുകയായിരുന്നു. 24-ലാണ് എക്സാം എല്ലാം ക്രാക്ക് ചെയ്തത്. അതിനുശേഷം അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഏപ്രിൽ മാസം ഒരു ഏജൻസിക്ക് എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് പേപ്പറും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്തു. അവർ ഞങ്ങൾ ഏപ്രിലാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഏപ്രിൽ, മെയ് ആയി, ജൂണായി, ജൂലൈ ആയി, ഒരു മൂവ്മെൻറ്റും ഇല്ല. പ്രോസസ്സിങ് നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. അവരെ വിളിക്കുന്നുണ്ട്, അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പോസിറ്റീവ് റെസ്പോണ്ടൊന്നും അവർ ചെയ്യുന്നില്ല. അങ്ങനെ അവർ പറഞ്ഞു വിസയ്ക്ക് ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളൊരു കോൺട്രാക്റ്റ് ഇല്ലാതെ എങ്ങനെ വിസയ്ക്ക് ഡേറ്റ് എടുക്കുന്നത്? വിസയ്ക്ക് ഡേറ്റ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, അല്ല, ആദ്യം വിസയ്ക്ക് ഡേറ്റ് എടുക്കാം, വിസയ്ക്ക് ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് വിസയ്ക്ക് ഡേറ്റ് എടുക്കുന്നു. നവംബർ മാസം 2025 നവംബർ മാസം വിസയ്ക്ക് ഡേറ്റ് എടുക്കുന്നു. അതിനുശേഷം ഇവർ എൻ്റെ ഇൻ്റർവ്യൂ ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല, പ്രോപ്പറായിട്ട് അവരൊന്നും നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്തോ ഫ്രോഡാണ്, സ്കാമാണെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് പൈസ അടച്ചിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അവർ തിരിച്ചു തരുന്നില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ പോയി, പിന്നെ അവർ കിട്ടൂലല്ലോ, അങ്ങനെയാണല്ലോ പൊതുവേ. അങ്ങനെ എനിക്ക് വീട്ടിൽ ഇത് പറയാൻ പറ്റത്തില്ല, കാരണം വീട്ടിൽ പറഞ്ഞാൽ എന്നെയും വഴക്ക് പറയും. അങ്ങനെ അതിനുശേഷം ഞാൻ വീട്ടിൽ പറയാൻ ഇടയായി, ഇതുപോലെ ഒരു സംഭവമുണ്ട്, അവർ പൈസ കുറച്ച് മേടിച്ചു, അങ്ങനെയൊക്കെ. അതിനുശേഷം ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം കാശും പോയി, പ്രോസസ്സിങ് നടക്കുന്നില്ല. എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിയാൻ ഒരു 2-3 മാസം കൂടെ ഉള്ളൂ. ഡിസംബർ 2-ന് തീരും. അതിന് മുന്നേ കോൺട്രാക്റ്റും കിട്ടണം, എനിക്ക് കയറി പോവുകയും ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ അവർ എംബസി പറയും, റീ എക്സാം എഴുതാൻ പറയും. അത് പോസിബിൾ അല്ലൊരു കാര്യമല്ല. ഉടനെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു, എടി നീ അവരുടെ കയ്യിൽ നിന്ന് പേപ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നീ വേറൊരിടത്ത് കൊടുത്തോ, ഞാനൊരു നമ്പർ തരാമെന്ന് പറഞ്ഞ് അവൾ എന്നെ വിളിച്ചു. അങ്ങനെ ആ ചേച്ചിയായിട്ട് കോൺടാക്ട് ചെയ്തു. ആ ചേച്ചി പറഞ്ഞു, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോസസ്സിങ് ചെയ്യാം, വെക്കാം, മെഡിക്കൽ എടുത്തോ, ഒരു കുഴപ്പമില്ല. നവംബർ മാസം നമ്മൾ വിസയ്ക്ക് വെക്കാൻ ഡേറ്റും എടുത്തോളാം പറഞ്ഞു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നു. പ്രാർത്ഥനയുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഉടമ്പടി ഉപ്പും തേനും ഒക്കെ അമ്മ എനിക്ക് നിരന്തരമായിട്ട് കഴിക്കാൻ തരുന്നുള്ളൂ. ഞാൻ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂ ആയി. ആദ്യത്തെ ഇൻ്റർവ്യൂ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അതിൽ ഫെയിലായി. രണ്ടാമതൊരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂവർ വളരെ നല്ലൊരാളായിരുന്നു. കാരണം എന്നോടൊരു ഇൻ്റർവ്യൂ ആയിട്ടല്ല അത് നടത്തിയത്. വളരെ കൂളായിട്ട് എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാനും നല്ലവണ്ണം സംസാരിക്കാൻ പറ്റി. എനിക്ക് ലാംഗ്വേജ് കുറവാണ് എങ്കിൽ പോലും എനിക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റി. അവർ പറഞ്ഞു, നിന്നെ സെലക്ട് ചെയ്യാം, കുഴപ്പമില്ല, കോൺട്രാക്റ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ കോൺട്രാക്റ്റ് തന്നില്ല. കാരണം ഇൻ്റർവ്യൂ കഴിഞ്ഞ് നവംബർ